ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേയായി വീഡിയോ എടുത്തിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് കുറേയായി. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാമെന്ന് കരുതി. അപ്പം ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ, മൺഡേ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പോൾ അവർക്കുള്ള ചോറ് സംഭവങ്ങളൊക്കെ രാവിലെ തന്നെ ആക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇന്ന് കാബേജ് ഉപ്പേരി ആയിട്ട് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കേട്ടോ. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അരിയുന്ന സംഭവങ്ങളൊന്നും നടക്കില്ല, കിച്ചണും മിസ്സാവും, കൂടാണ്ട് തന്നെ നമുക്ക് പണിയും കൂടും. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞൊക്കെ വെക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ചായ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പം പൂരീൻ്റെ ആ ഒരു ഡോ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ, പൂരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ. അപ്പോൾ ആട്ടയും മൈദയും രണ്ടും ഈക്വലായിട്ട് എടുത്തിട്ടില്ല. മൈദാണ് കുറച്ച് കൂടുതലെടുത്തത്, ആട്ട കുറച്ച് കുറവാട്ടോ. പിന്നെ ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ ഞാൻ ആട്ട മാത്രമായിട്ട് എടുക്കലുള്ളത്, ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, അതിനാണ് നമ്മളിവിടെ ആട്ട എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഞാനിതാ ഇനി വേഗതൊക്കെ ഒന്ന് ബോൾസാക്കട്ടെ. ഈ ബോൾസാക്കുന്ന പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മാവ് കുഴച്ചെടുക്കുന്ന പരിപാടി എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ. പരത്താനും നല്ല ഇഷ്ടമാണ് കേട്ടോ പത്തിരി ഇങ്ങനെ. അപ്പം ഞാനത് വേഗം ഒന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയത്തൊന്നും ഹയനെ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരുവിധം എല്ലാ ഡ്യൂട്ടിയും കിച്ചണിലെ കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും വിളിക്കലുള്ളത്. കാരണം ഏത് മൂഡിലാണ് എണീറ്റ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പം നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര വാശി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും കേട്ടോ എണീക്കാം. അപ്പം ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചിട്ടാണ് ഓരോ വിളിക്കലുള്ളത്. അതിന് മുമ്പ് കിച്ചണിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനത്തിൽ പിന്നെ ഓരോ കാര്യങ്ങൾ മാത്രം നോക്കാമല്ലോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ വേഗം പൂരിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഹയാന് ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്ത ദിവസമാണ് കേട്ടോ, സ്പീച്ച് തെറാപ്പി. അപ്പം അവനെ കൊണ്ടുപോകാൻ വേണ്ടി പോകണം. അപ്പോൾ ഇവരെ കൂടെ തന്നെ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ മൊത്തത്തിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പം ഞങ്ങൾക്കും കൂടി കഴിക്കാനുള്ളത് രാവിലെ തന്നെ ആക്കി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇവർ പോയതിന് ശേഷം നമുക്കുള്ളത് ചൂടോടാക്കുക ചെയ്യാം. ഇന്നിപ്പോൾ അതിനുള്ള ടൈമില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഇതാ ഞാൻ ഇപ്പോൾ ചെറുപയർക്കറി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പൂരിയൊക്കെ ഞാൻ വേഗം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നും കംപ്ലീറ്റ് പൊരിച്ചങ്ങോട്ട് വെക്കാമെന്ന് കരുതി. ഇനിയിപ്പം ഓരോരുത്തർക്കായിട്ട് ഗ്യാസ് കത്തിക്കാനും അടുക്കളയിലേക്ക് ഇറങ്ങാനുള്ള ടൈം എനിക്കുണ്ടാവില്ല. കാരണം ഇനിയിപ്പോൾ ഇവരെ കൂടെ തന്നെ നമ്മൾ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ ഹയാനെയും വിളിക്കണം, അവൻ്റെ കാര്യങ്ങളും നോക്കണം. പിന്നെ ഹയാനെ ഞാൻ സാധാരണ ഹയനൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം കേട്ടോ വിളിക്കലുള്ളത്. ആ സമയം നമ്മൾ കറക്റ്റായിട്ട് ഓൻ എണീക്കും, ഇവർ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഓൻ എണീക്കും. പക്ഷേ ഇന്നിപ്പോൾ നേരത്തെ വിളിക്കണം. അപ്പോൾ ആളുടെ കാര്യങ്ങളും കൂടി സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഓൻ എണീക്കുന്നത് പറയാൻ പറ്റില്ല എന്ത് രീതി മൂഡിലാണെന്നുള്ളത് കേട്ടോ. പിന്നെ എന്നിട്ട് അനിയത്തി കൂടെ ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽപ്ഫുള്ളാണ്. കാരണം ഹയനീനും ഫ്രഷ് ആക്കലും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലൊക്കെ ഓള് നോക്കിക്കോളും. അപ്പോൾ ഞാനിതാ ഇവിടെ വേഗം ലഞ്ച് സെറ്റാക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് ഹയനിയെ എണീറ്റിട്ടുണ്ട് കേട്ടോ. എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ വേഗത ലഞ്ചൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഇവരുടെ ഒരു ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഇത്. ഇങ്ങനെ കറിയൊന്നും ഇല്ലാതെ എന്തെങ്കിലും ഒരു ഉപ്പേരും ഇതുപോലെ ഒരു കോഴിമുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ അവർക്ക് കുശാലാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, കറിയൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇതെങ്ങനെ കഴിക്കാമെന്ന് തോന്നും. പക്ഷേ അവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. വീട്ടിലാകുമ്പോൾ കുറച്ചൊക്കെ കറി കൂട്ടോ ഞാൻ വാരി കൊടുക്കുകയാണെങ്കിലൊക്കെ. പക്ഷേ സ്കൂളിലൊക്കെ ആകുമ്പോൾ തീരെ വെക്കണ്ടെന്ന് പറയും. പിന്നെ ഇതാ ബോട്ടിൽ കുറച്ച് വെള്ളം കൂടി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളമാണെങ്കിലും തലേന്ന് രാത്രി തിളപ്പിച്ച് വെക്കും. രാവിലെ എഴുന്നേറ്റിട്ട് ഒന്ന് ചൂടാക്കുക ചെയ്യാം കേട്ടോ. രാവിലെ വെള്ളം തിളപ്പിച്ച് അത് ആറിപ്പിക്കാനുള്ള ടൈമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ രാത്രി തന്നെ അതൊക്കെ സെറ്റാക്കി വെക്കും. ഇനി വേഗത ലഞ്ച് ബോക്സ് ഗിറ്റിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും കൂടി ഒരു ഗിറ്റാട്ടോ കൊടുത്തു വിടലുള്ളത്. കാരണം വലിയ ഗിറ്റാണ്, അപ്പോൾ സ്പേസ് ഉണ്ട്. പിന്നെ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഇതിന്ന് മിസ് അങ്ങനെ എടുത്തു കൊടുത്തോളും. പിന്നെ സ്നാക്ക് മാത്രം ഞാൻ രണ്ടാളുടെയും ബാഗിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ഇന്നിപ്പം സ്നാക്കിന് ബിസ്ക്കറ്റും അതുപോലെ തന്നെ ജിലേബിയാട്ടോ വെക്കുന്നത്. ഒരാളുടെ സ്നാക്സ് ബോക്സ് വീട്ടിൽ വെച്ച് മറന്നുപോയി. അപ്പോൾ പിന്നെ ഇതിലാട്ടോ വെക്കുന്നത് ഇന്നിപ്പം. അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ മോൻക്കുള്ള വെള്ളം കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. മോൻക്ക് ഇനിയിപ്പോൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെയാണെന്നാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ടൈമിനായിട്ട് നമ്മൾ പോണത്. അപ്പം ആളുണ്ടെങ്കിൽ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തായാലും ദാഹിക്കും. അപ്പോൾ വെള്ളം കൂടി ഞാൻ കരുതിയിട്ടുണ്ട്. വേറെ ഒന്നും കരുതിയിട്ടില്ല കേട്ടോ. ഞാൻ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അവിടെ പോയാലേ അറിയുള്ളൂ. പിന്നെ ഇനിയിപ്പം ഹയക്കുനിയൊക്കെ വേഗം മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീയക്കുട്ടിക്ക് നമ്മളിന്ന് എവിടെ പോകാണെന്നുള്ള ചെറുതായിട്ടൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ആരോ വായെന്ന് വിട്ടുപോയതാണ് അയാനെ കാണിക്കാൻ പോകുന്നൊരു വിവരം. അപ്പോൾ അത് കേട്ട പാടന്നെ ആൾ തുടങ്ങി കരയാൻ. ഓൾക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും പോകാൻ പറ്റില്ല കേട്ടോ. ഓൾ വരുന്ന വരെ ഇവിടെ തന്നെ ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. പക്ഷേ അയക്ക് വലിയ പ്രശ്നമില്ല കേട്ടോ. ഹയനോട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ മോനെ കാണിക്കാനാന്നൊക്കെ പറഞ്ഞപ്പോൾ കാര്യം ഓക്കെ. ഈ ഫ്രണ്ടിലിരിക്കുന്ന ആളാണ് കേട്ടോ ഹയ, ബാക്കിലിരിക്കുന്നതാണ് നീക്കുട്ടി. അപ്പോൾ ഓൾക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ചായിട്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. കുറച്ചായിട്ട് ലീവ് ആയിരുന്നു, പനിയൊക്കെ ആയപ്പം. അപ്പോൾ ആ ഒരു പനിയിൽ ആൾക്ക് നല്ല മടി പിടിച്ചുപോയി. 2 ആഴ്ച ലീവായപ്പോൾ തന്നെ നല്ല മടി പിടിച്ചുപോയി സ്കൂളിൽ പോകാനായിട്ട്.
അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ പോകാൻ ചെറിയൊരു മടിയൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ ശരിയായിക്കോളും. പിന്നെ ഇതാ കുട്ടികൾ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിച്ചണിലൊരു യുദ്ധമാണ്. കാരണം അത്രയ്ക്കും ലോഡ് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കും കേട്ടോ. ചിലപ്പോൾ നമുക്ക് ഒട്ടും സമയം കിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കും കേട്ടോ ഇവർ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഇതാ കിച്ചണൊക്കെ നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്ത്, മെയിനായിട്ട് ഗ്യാസാണ്. ഗ്യാസിലേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കും, നല്ലപോലെ സോപ്പൊക്കെ ഇട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കും. ഇനിയിപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് തുടച്ചിട്ടാൽ കിച്ചൻ്റെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ടോ. ഇത് കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി കഴിഞ്ഞ പോലാണ്. ഇത് കഴിയാതെ എവിടെ പോയിരുന്നാലും സമാധാനം കിട്ടാത്ത പോലെ കേട്ടോ. അപ്പോൾ അത് ക്ലീനായി. ഇനിയിപ്പം അകം കൊലായൊക്കെ നല്ല പോലെ നാറിക്കെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നല്ലപോലെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മുറ്റവും കൂടി അത്രയേ ഉള്ളൂ. ആ പണി കൂടി കഴിഞ്ഞ് നമുക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്നിപ്പം മോനിക്ക് ഫസ്റ്റായിട്ട് സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ അവിടെ പോയപ്പോൾ നല്ല ഡോക്ടറും കാര്യമൊക്കെ ആയിരുന്നു കേട്ടോ. ഇവനക്ക് ഫസ്റ്റായിട്ട് ആളെ കാണുമ്പോൾ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരയൂല, പക്ഷേ ആൾ വേഗം മുഖം പൊത്തിക്കാളും, കണ്ണ് പൊത്തും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നതൊന്നും അവൻ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവന് ഫുൾ ടൈം കണ്ണ് പൊത്തി നിൽക്കുക, ഡോക്ടർ മുഖത്തേക്കേ അവൻ നോക്കണില്ലേനും. അങ്ങനെയൊക്കെ ആയപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആൾ പിന്നെ റെഡി ആയിട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആൾ റെഡിയായി. അങ്ങനെ നമ്മൾ തെറാപ്പിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ ഇതാ പുറത്തേക്ക് വന്നാട്ടോ. അപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടില്ലേനു കേട്ടോ. കാരണം ആ സമയം നമ്മൾ അതിൻ്റെ ഉള്ളിലായി പോയി. പിന്നെ ഇറങ്ങണ്ടെന്ന് കരുതി, കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി. പിന്നെ അവനക്കൊരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബ്ലഡൊക്കെ അവിടെ കൊടുത്തിട്ടാട്ടോ വന്നത്. റിസൾട്ടൊക്കെ അവർ വാങ്ങിക്കോളും എന്ന് പറഞ്ഞു. ഇനിയിപ്പം നെക്സ്റ്റ് തെറാപ്പീൻ്റെ ഡേ നമ്മൾ പോയാൽ മതി. അങ്ങനെ ഇതാ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോഴേക്കും സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതിനെ ഞാനിപ്പോൾ കാക്കൻ്റെ ഉപ്പ പോയിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. സ്കൂളിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലേനും. അപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ വേഗം ഫുഡ് കഴിക്കട്ടെ. ഇപ്പോൾ ഹയാൻക്കും കൊടുക്കുന്നുണ്ട്. ഓനക്ക് ഇങ്ങനെ കുബൂസും അതിൻ്റെ കൂടെ ഈ സോസും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഓനക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ഹയാനും വേഗം ഫുഡ് കഴിച്ച്. ഇക്കാക്ക കഴിച്ചിട്ടില്ല കേട്ടോ. ആൾക്ക് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടോ. എനിക്ക് പിന്നെ ചോറിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ ഐറ്റംസാണ്. ചോറ് എനിക്ക് പൊതുവെ വലിയ താല്പര്യമില്ല. പക്ഷേ ഇക്കാക്കൊക്കെ ഒരു നേരം എന്തായാലും ചോറ് കിട്ടണം. എസ്പെഷ്യലി ഉച്ചയ്ക്ക് ചോറ് എന്തായാലും കിട്ടണം. പക്ഷേ എനിക്ക് അങ്ങനെ നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ഷവർമയും ജ്യൂസ് കഴിച്ചപ്പോഴേക്കും വയറ് നല്ലപോലെ ഫില്ലായി. പിന്നെ അയാനും അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനെയും പിന്നെ വീട്ടിൽ പോയപാട് വേഗം ഉറക്കാമെന്ന് കരുതി. കാരണം ആൾക്ക് ഉറങ്ങുന്ന സമയമാണ് അവിടെ അത്രയും നേരം പോയത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ആളുടെ ഫേസിലുണ്ട്. അപ്പം ഇനി പോയപാട് അവനൊന്ന് ഉറക്കുകയും വേണം. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. കുട്ടികൾക്കും ഉമ്മക്കുള്ളത് പാർസൽ വാങ്ങിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും.